വയനാടിന് വേണ്ടി ഇന്ന് വരെ ആരും ചെയ്യാത്ത ഒരു വലിയ കാര്യം നമ്മൾ ഇവിടെ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇത് കേരള ഗവൺമെന്റിന്റെ സപ്പോർട്ടോടെയാണ് നമ്മൾ തുടങ്ങുന്നത്. നമുക്കൊക്കെ നാട്ടില്, പ്രത്യേകിച്ച് മലബാർ ഏരിയയില്, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, വയനാട്, കോഴിക്കോട്, ഈ പറയുന്ന മലബാർ ഏരിയയിൽ നമുക്കൊക്കെ വീടുകളുണ്ട്. പലരും സ്പെഷ്യലി പ്രവാസികളാണ്, അവരൊന്നും വീട്ടിൽ താമസിക്കുന്നില്ല. അങ്ങനെയുള്ളവരുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിർബന്ധമായിട്ടും കാണണം. വയനാട്ടില് ഇന്നത്തെ കണക്കനുസരിച്ച്, ഇന്ന് വൈകുന്നേരത്തെ കണക്കനുസരിച്ച് 9,000 പേരാണ് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത്. ഇത് അവരിലേക്ക് എത്തണം. ബാക്കി വിശദമായ കാര്യങ്ങൾ മുനീർക്ക് പറയും. അതായത് supportwayanad.com എന്നുള്ളതാണ് ഈ ഒരു പ്രോജക്റ്റിന്റെ പേര്. നമ്മൾ 4 സുഹൃത്തുക്കൾ, ഞാൻ, ദീപു, അതുപോലെ അമൽ, പിന്നെ ഫൈസൽ, നമ്മൾ കൂടിയിട്ട് സെറ്റ് ചെയ്തൊരു സംഭവമാണ്. അതായത് ഈ 9,000-ലധികം ആൾക്കാർ വരുമ്പോൾ പൊതുവെ നമുക്ക് നാട്ടിലേക്ക് പോകാനോ അവിടെ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ പോകാനോ എന്നുള്ളൊരു സാഹചര്യം നമുക്കില്ല. പിന്നെ കാശ് കൊടുക്കുക, വീടെടുക്കുക, അതൊക്കെ നല്ല കാര്യങ്ങളാണ്, എല്ലാവരും ചെയ്യുന്ന വളരെ നല്ല ശ്ലാഘനീയമാണ്. പക്ഷെ അതിൽ കൂടാതെ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ഈ 5 ഡിസ്ട്രിക്റ്റിലുള്ള പ്രവാസികളുടെ വീട് മാത്രമല്ല, അവർക്ക് ക്വാർട്ടേഴ്സ് ഉണ്ട്, അവർക്ക് അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, അവർക്ക് റിസോർട്ട് ഉണ്ട്, വയനാട്ടിൽ ഒരുപാട് റിസോർട്ടുകളുണ്ട്, ഹോട്ടലുകളുണ്ട്, പല റൂമുകളും കാലിയായിട്ടുള്ള ഹോട്ടലുണ്ട്. ഇവർക്ക് ഈ സാധനങ്ങൾ, ഇവരുടെ ഈ അപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ച് നാളത്തേക്കൊന്ന് വിട്ടുകൊടുക്കുക. ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ട്, ഇത് എങ്ങനെ വിട്ടുകൊടുക്കും, ഞാൻ എന്റെ വീട് എവിടെ വിട്ടുകൊടുക്കും? നിങ്ങൾ മറ്റുള്ള വ്യക്തികൾക്കല്ല, ഗവൺമെന്റിനാണ്. ഇന്ന് രാവിലെ ഗവൺമെന്റിലേക്ക് രാവിലെ തന്നെ വിളിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സംസാരിച്ചു. മിസ്റ്റർ കാർത്തികേയൻ IAS, അദ്ദേഹമാണ് ഇതിന്റെ ഇൻചാർജ്. പിന്നെ നോഡൽ ഓഫീസ് ഡോക്ടർ ഗീത, അവരും IAS ഓഫീസറാണ്. അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ കേട്ടപ്പോൾ തന്നെ പറഞ്ഞു, ദിസ് ഇൻ എക്സൈറ്റിംഗ് ഓപ്പർച്യൂണിറ്റി, എന്തൊക്കെ വേണോ അതെല്ലാം നമ്മൾ ചെയ്യാൻ റെഡിയാണ്. അങ്ങനെ മെയിലാക്കാൻ പറഞ്ഞു. മെയിൽ അയച്ചു. ഒരു ഉച്ച 3 മണിയാകുമ്പോഴത്തേക്ക് മെയിലിന് മറുപടി പറഞ്ഞു. 6 മണിക്കൂർ കൊണ്ട് നമുക്ക് മറുപടി തന്നു. അപ്പൊ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള പറഞ്ഞു. നമ്മൾ തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, സപ്പോർട്ട് വയനാട് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും, ഇതൊരു വെബ്സൈറ്റ് ആണ്. ആ വെബ്സൈറ്റിൽ നിങ്ങൾ വന്നിട്ട്, നിങ്ങളിപ്പോൾ വീട് ഒഴിഞ്ഞു കിടക്കുകയാണ്, ഇപ്പോൾ തലശ്ശേരി ഒഴിഞ്ഞു കിടക്കുകയാണ്, അല്ലെങ്കിൽ പാനൂർ ഒഴിഞ്ഞു കിടക്കുകയാണ്, അല്ലെങ്കിൽ കോഴിക്കോടാണെങ്കിൽ അവിടുത്തെ നിങ്ങളുടെ ഡീറ്റെയിൽസ്, വീടിന്റെ ഡീറ്റെയിൽസ്, പഞ്ചായത്ത് കാര്യങ്ങൾ ഇടുക. കൂടാതെ നാട്ടിലൊരാളെ കോൺടാക്ട് നമ്പർ, നിങ്ങളെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് അവിടെ നിങ്ങൾക്ക് 2 കുടുംബത്തിന്, ഒരു 5 പേരെ അടുത്ത 1 മാസം അല്ലെങ്കിൽ 2 മാസം, എത്ര മാസമാണോ താമസിക്കാൻ പറ്റുന്നത് അത് അതിൽ സെലക്ട് ചെയ്ത് തരാം. ആ ഡാറ്റ നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ CMന്റെ ഓഫീസുമായിട്ട് കണക്ട് ചെയ്തിട്ട് നോഡൽ ഓഫീസർക്ക് അയച്ചു കൊടുത്തിട്ട് അവർ തീരുമാനിക്കും നിങ്ങളുടെ വീട്ടിലോട്ടേക്ക് ആരാണ് അർഹരായിട്ടുള്ളത് അവർ വരണമെന്നല്ല. ക്യാമ്പിൽ നിന്ന് മാറ്റുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ലോക്കലിലുള്ള പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കൗൺസിലറാണോ ആരാണ് അവരുമായിട്ടും കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു ഗവൺമെന്റ് മുഖാന്തരം നിങ്ങളുടെ നാട്ടിലോട്ടേക്ക് ഗവൺമെന്റ് ഒരു ഗസ്റ്റിനെ അയക്കുകയാണ്. അവർ നിങ്ങൾ അതിഥികളായിട്ട് അടുത്തൊരു 2 മാസം നിങ്ങൾ അവരെ സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പൊ നിങ്ങളെ പ്രോപ്പർട്ടിക്കുള്ള ഗ്യാരണ്ടി ഒക്കെ എന്ന് പറയുന്നത് ഇതൊരു ഗവൺമെന്റ് മെക്കാനിസമാണ്, അല്ലാതെ സ്ട്രേഞ്ചേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നതല്ല. ഗവൺമെന്റ് തീരുമാനിക്കുന്നത്, നമ്മുടെ വീടുണ്ട്, നമ്മൾ കൊടുത്താൽ മതി. ബാക്കി തീരുമാനിക്കുന്ന ഗവൺമെന്റ് ആണ്. ആര് താമസിക്കണം, എങ്ങനെ താമസിക്കണം, ആർക്ക് കൊടുക്കണം എന്നും തീരുമാനിക്കുന്ന ഗവൺമെന്റ്. എല്ലാം ഗവൺമെന്റിന്റെ കംപ്ലീറ്റ് കൺട്രോളിലാണ്. പ്രധാന ചാലഞ്ച് അവിടെ ഫേസ് ചെയ്യാൻ പോകുന്നത് ഇവരെ എടുത്തുകൊണ്ട് ഈ വീട്ടിലേക്ക് താമസിപ്പിക്കാനും കൊണ്ടുപോകാനുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ, അത് ആർക്കെങ്കിലും ഓഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അതിനകത്തുണ്ട്. മെഡിക്കൽ സപ്ലൈ കൊടുക്കാനുള്ള ഏതെങ്കിലും ക്ലിനിക്കാരോ അല്ലെങ്കിൽ ഡോക്ടർ റെഡി ആണെങ്കിൽ അതും കൂടി ഇതിൽ രജിസ്റ്റർ ചെയ്യാം. പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആളുകൾ, നമ്മളുടെ ഒരുപാട് വീടുകൾ നാട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ ഹോട്ടലിലുള്ള ആളുകൾ ഉണ്ടാവും, സ്റ്റേ ചെയ്യാൻ പറ്റിയുള്ള റിസോർട്ടുകളുടെ ഓണേഴ്സ് ഉണ്ടാവും. ഇവരൊക്കെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോ നമ്മളെ കയ്യിൽ ഒരാൾക്ക് ഒരു വീട് കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെയുള്ള ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക, മാക്സിമം ഷെയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അർഹതപ്പെട്ട ആളുകളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ്. ഏകദേശം 10,000 പേരാണ് ഇന്നലത്തെ കണക്കിൽ ക്യാമ്പിലുണ്ടായിരുന്നു. അതിൽ കുറെ ആളുകൾ അവരുടെ കുടുംബങ്ങളിലേക്ക് മാറി. ഇനി 9,000 പേര് അവര് വീടുകൾ, ഏകദേശം ഇന്നത്തെ പ്രഖ്യാപനം അനുസരിച്ച് 600 വീടിൽ അപ്പുറത്തേക്ക് എല്ലാവരോടും പറഞ്ഞെത്തിയിട്ടുണ്ട്. ആ വീടുകൾ ആകുന്നവരെ അവരെ നോക്കേണ്ടത് അവർ നമ്മുടെ ഗസ്റ്റുകളാണ്. അപ്പൊ ഇൻഷാല്ല ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക. ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്ത ഈ 4 പേരെയും അഭിനന്ദിക്കാതെ നിങ്ങളോട് പറയാൻ വാക്കുകളില്ല. എന്തായാലും ഇത് നല്ലൊരു തുടക്കമാവട്ടെ, എല്ലാവർക്കും ഉപകാരമാവട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വയനാടിന് വേണ്ടി ഇന്ന് വരെ ആരും ചെയ്യാത്ത ഒരു വലിയ കാര്യം നമ്മൾ ഇവിടെ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇത് കേരള ഗവൺമെന്റിന്റെ സപ്പോർട്ടോടെയാണ് നമ്മൾ തുടങ്ങുന്നത്. നമുക്കൊക്കെ നാട്ടില്, പ്രത്യേകിച്ച് മലബാർ ഏരിയയില്, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, വയനാട്, കോഴിക്കോട്, ഈ പറയുന്ന മലബാർ ഏരിയയിൽ നമുക്കൊക്കെ വീടുകളുണ്ട്. പലരും സ്പെഷ്യലി പ്രവാസികളാണ്, അവരൊന്നും വീട്ടിൽ താമസിക്കുന്നില്ല. അങ്ങനെയുള്ളവരുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിർബന്ധമായിട്ടും കാണണം. വയനാട്ടില് ഇന്നത്തെ കണക്കനുസരിച്ച്, ഇന്ന് വൈകുന്നേരത്തെ കണക്കനുസരിച്ച് 9,000 പേരാണ് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത്. ഇത് അവരിലേക്ക് എത്തണം. ബാക്കി വിശദമായ കാര്യങ്ങൾ മുനീർക്ക് പറയും. അതായത് supportwayanad.com എന്നുള്ളതാണ് ഈ ഒരു പ്രോജക്റ്റിന്റെ പേര്. നമ്മൾ 4 സുഹൃത്തുക്കൾ, ഞാൻ, ദീപു, അതുപോലെ അമൽ, പിന്നെ ഫൈസൽ, നമ്മൾ കൂടിയിട്ട് സെറ്റ് ചെയ്തൊരു സംഭവമാണ്. അതായത് ഈ 9,000-ലധികം ആൾക്കാർ വരുമ്പോൾ പൊതുവേ നമുക്ക് നാട്ടിലേക്ക് പോകാനോ
അവിടെ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ പോകാനെന്നുള്ളൊരു സാഹചര്യം നമുക്കില്ല. പിന്നെ കാശ് കൊടുക്കുക, വീടെടുക്കുക, അതൊക്കെ നല്ല കാര്യങ്ങളാണ്, എല്ലാവരും ചെയ്യുന്ന വളരെ നല്ല ശ്ലാഘനീയമാണ്. പക്ഷെ അതിൽ കൂടാതെ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ഈ 5 ഡിസ്ട്രിക്റ്റിലുള്ള പ്രവാസികളുടെ വീട് മാത്രമല്ല, അവർക്ക് ക്വാർട്ടേഴ്സ് ഉണ്ട്, അവർക്ക് അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, അവർക്ക് റിസോർട്ട് ഉണ്ട്, വയനാട്ടിൽ ഒരുപാട് റിസോർട്ടുകളുണ്ട്, ഹോട്ടലുകളുണ്ട്, പല റൂമുകളും കാലിയായിട്ടുള്ള ഹോട്ടലുണ്ട്. ഇവർക്ക് ഈ സാധനങ്ങൾ ഇവരുടെ ഈ അപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ച് നാളത്തേക്കൊന്ന് വിട്ടുകൊടുക്കുക. ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ട്, ഇത് എങ്ങനെ വിട്ടുകൊടുക്കും, ഞാൻ എൻ്റെ വീട് എവിടെ വിട്ടുകൊടുക്കും? നിങ്ങൾ മറ്റുള്ള വ്യക്തികൾക്കല്ല, ഗവൺമെന്റിനാണ്. ഇന്ന് രാവിലെ ഗവൺമെന്റിലേക്ക് രാവിലെ തന്നെ വിളിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സംസാരിച്ചു. മിസ്റ്റർ കാർത്തികേയൻ IAS, അദ്ദേഹമാണ് ഇതിന്റെ ഇൻചാർജ്. പിന്നെ നോഡൽ ഓഫീസ് ഡോക്ടർ ഗീത, അവരും IAS ഓഫീസറാണ്. അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ കേട്ടപ്പോൾ തന്നെ പറഞ്ഞു, ദിസ് ഇസ് എൻ എക്സൈറ്റിംഗ് ഓപ്പർച്യൂണിറ്റി, എന്തൊക്കെ വേണോ അതെല്ലാം നമ്മൾ ചെയ്യാൻ റെഡിയാണ്. അങ്ങനെ മെയിലാക്കാൻ പറഞ്ഞു. മെയിൽ അയച്ചു. ഒരു ഉച്ച 3 മണിയാകുമ്പോഴത്തേക്കും മെയിലിന് മറുപടി പറഞ്ഞു. 6 മണിക്കൂർ കൊണ്ട് നമുക്ക് മറുപടി അപ്പൊ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. നമ്മൾ തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, സപ്പോർട്ട് വയനാട് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇതൊരു വെബ്സൈറ്റ് ആണ്. ആ വെബ്സൈറ്റിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങളിപ്പോൾ വീട് ഒഴിഞ്ഞു കിടക്കുകയാണ്, ഇപ്പോൾ തലശ്ശേരി ഒഴിഞ്ഞു കിടക്കുകയാണ്, അല്ലെങ്കിൽ പാനൂർ ഒഴിഞ്ഞു കിടക്കുകയാണ്, അല്ലെങ്കിൽ കോഴിക്കോടാണെങ്കിൽ അവിടുത്തെ നിങ്ങളുടെ ഡീറ്റെയിൽസ്, വീടിൻ്റെ ഡീറ്റെയിൽസ്, പഞ്ചായത്ത് കാര്യങ്ങൾ ഇടുക. കൂടാതെ നാട്ടിലൊരാളെ കോൺടാക്ട് നമ്പർ, നിങ്ങളെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് അവിടെ നിങ്ങൾക്ക് 2 കുടുംബത്തിന് ഒരു 5 പേരെ അടുത്ത 1 മാസം അല്ലെങ്കിൽ 2 മാസം എത്ര മാസമാണോ താമസിക്കാൻ പറ്റുന്നത് അതിൽ സെലക്ട് ചെയ്തിടുക. ആ ഡാറ്റ നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ CMന്റെ ഓഫീസുമായിട്ട് കണക്ട് ചെയ്തിട്ട് നോഡൽ ഓഫീസർക്ക് അയച്ചു കൊടുത്തിട്ട് അവർ തീരുമാനിക്കും നിങ്ങളെ വീട്ടിലോട്ടേക്ക് ആരാണ് അർഹരായിട്ടുള്ളത് അവർ വരണമെന്നല്ല. ക്യാമ്പിൽ നിന്ന് മാറ്റുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ലോക്കലിലുള്ള പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലറാണോ ആരാണോ അവരുമായിട്ടും കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു ഗവൺമെന്റ് മുഖാന്തരം നിങ്ങളുടെ നാട്ടിലോട്ടേക്ക് ഗവൺമെന്റ് ഒരു ഗസ്റ്റിനെ അയക്കുകയാണ്. അവർ നിങ്ങൾ അതിഥികളായിട്ട് അടുത്തൊരു 2 മാസം നിങ്ങൾ അവരെ സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ നിങ്ങളെ പ്രോപ്പർട്ടിക്കുള്ള ഗ്യാരണ്ടി ഒക്കെ എന്ന് പറയുന്നത് ഇതൊരു ഗവൺമെന്റ് മെക്കാനിസമാണ്, അല്ലാതെ സ്ട്രേഞ്ചേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നതല്ല. ഗവൺമെന്റ് തീരുമാനിക്കും. നമ്മുടെ വീടുണ്ട്, നമ്മൾ കൊടുത്താൽ മതി. ബാക്കി തീരുമാനിക്കുന്ന ഗവൺമെന്റ് ആണ്. ആര് താമസിക്കണം, എങ്ങനെ താമസിക്കണം, ആർക്ക് കൊടുക്കണം എന്നും തീരുമാനിക്കുന്ന ഗവൺമെന്റ്. എല്ലാം ഗവൺമെന്റിന്റെ കംപ്ലീറ്റ് കൺട്രോളിലാണ്. പ്രധാന ചാലഞ്ച് അവിടെ ഫേസ് ചെയ്യാൻ പോകുന്നത് ഇവരെ എടുത്തുകൊണ്ട് ഈ വീട്ടിലേക്ക് താമസിപ്പിക്കാനും കൊണ്ടുപോകാനുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ, അത് ആർക്കെങ്കിലും ഓഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അതിനകത്തുണ്ട്. മെഡിക്കൽ സപ്ലൈ കൊടുക്കാനുള്ള ഏതെങ്കിലും ക്ലിനിക്കാരോ അല്ലെങ്കിൽ ഡോക്ടർ റെഡി ആണെങ്കിൽ അതും കൂടി ഇതിൽ രജിസ്റ്റർ ചെയ്യാം. പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആളുകൾ നമ്മളുടെ ഒരുപാട് വീടുകൾ നാട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ ഹോട്ടലിലുള്ള ആളുകളുണ്ടാവും, സ്റ്റേ ചെയ്യാൻ പറ്റിയുള്ള റിസോർട്ടുകളുടെ ഓണേഴ്സ് ഉണ്ടാവും. ഇവരൊക്കെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മളെ കയ്യിൽ ഒരാൾക്കൊരു വീട് കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെയുള്ള ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. മാക്സിമം ഷെയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അർഹതപ്പെട്ട ആളുകളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ്. ഏകദേശം 10,000 പേരാണ് ഇന്നലത്തെ കണക്കിൽ ക്യാമ്പിലുണ്ടായിരുന്നു. അതിൽ കുറെ ആളുകൾ അവരുടെ കുടുംബങ്ങളിലേക്ക് മാറി. ഇനി 9,000 പേര് അവര് വീടുകൾ ഏകദേശം ഇന്നത്തെ പ്രഖ്യാപനം അനുസരിച്ച് 600 വീടിലപ്പുറത്തേക്ക് എല്ലാവരോടും പറഞ്ഞെത്തിയിട്ടുണ്ട്. ആ വീടുകൾ ആകുന്നവരെ അവരെ നോക്കേണ്ടത് അവർ നമ്മുടെ ഗസ്റ്റുകളാണ്. അപ്പൊ ഇൻഷാല്ല ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക. ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്ത ഈ 4 പേരെയും അഭിനന്ദിക്കാതെ നിങ്ങളോട് പറയാൻ വാക്കുകളില്ല. എന്തായാലും ഇത് നല്ലൊരു തുടക്കമാവട്ടെ. എല്ലാവർക്കും